ചേട്ടാ ഇതിന് എവിടെ ഇപ്പൊ സാധനം ഇരിക്കുന്നത്? ആപ്പാടെ കൺഫ്യൂഷൻ ആയില്ലേ. ഇവിടെ അല്ലെങ്കിലും ഒരു സാധനം നോക്കി കാണത്തില്ല. അതങ്ങനെയുള്ള ചെടിയെല്ലാം കൂടി വളർത്തി ഒരുത്തനെ കാണുന്നുമില്ല. എവിടാ നീ വല്ലയിടത്തും പോണം? ഞാനങ്ങും പോണില്ല. ധൃതിയൊന്നുമില്ല. എനിക്കും ധൃതിയില്ല. പിന്നെ ഇപ്പൊ വേറെ അത്യാവശ്യമൊന്നുമില്ല. ഒരു അത്യാവശ്യമില്ല. എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യണം. പിന്നെ അവസാനം മുങ്ങിക്കളയില്ല. ചേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തു വന്നിട്ടേ പോകുള്ളൂ. ഉറപ്പാണ്? നീ ഇന്നാള് മുങ്ങിയ അതുപോലെ ഇന്ന് ഞാൻ മുങ്ങില്ല. മുങ്ങത്തില്ല. ഒരു ഉപകാരം ചെയ്യാം. പറ. ഈ കാണുന്ന 2 പൊത്തുണ്ട്. 2 പൊത്തുണ്ട്. അതിന് ഏതെങ്കിലും ഒന്നിലൊന്ന് കൈയിടാം. എന്തിനായിട്ട് വെറുതെ പൊത്തിലൊക്കെ കൈയിടുന്നത്? വെറുതെ ചുമ്മാ ഒന്നും ഇതാ. നീ പിന്നെ ഇടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉപകാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് ചേട്ടന് കൈയിടാൻ പാടില്ല. ചേട്ടന് കയ്യാൻ ഇടാൻ പാടില്ല. പൊത്തി കൈയിടാൻ എത്ര നാണം എന്താ? പൊത്തിൽ കൈയിട്ട പ്രശ്നം തീരുവാ. പൊത്തി കൈയിടണം, അത്രയല്ലേ ഉള്ളൂ. ഒന്ന് ഇട്ടാ ഇപ്പഴത്തെ പൊത്ത് ഇട്ടോ. ശരി ശരി ഇട്ടോ. വല്ലതും തടയുന്നുണ്ടോ? ഒന്നും തടയാമല്ലോ. ഒന്നുമില്ല. ഒന്നും നോക്കിക്കടാ. ഇല്ലെന്ന് ഒന്നുമില്ല. കണ്ടോ ആ മുട്ട് വരെ അങ്ങോട്ട് കയറ്റണാവേ. അത് കിട്ടി വല്ലതും കിട്ടിയ? ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ. ഒന്ന് ഷോൾഡർ വരെ അങ്ങോട്ട് തരണം. നീ ഷോൾഡറും കൂടി കയറ്റണം. അങ്ങോട്ട് കയറ്റി ഷോൾഡർ വരെ അങ്ങോട്ട് കയറ്റാ. കൈക്ക് നീളമുള്ള നിനക്കെന്താ ഇത്ര ബുദ്ധിമുട്ട്? നിന്റെ കൈയല്ല, നീ എന്തിനാ പേടിക്കും? ഇല്ല ഒന്നുമില്ല. ഇങ്ങനെ കറക്റ്റ് ശരിക്കും അങ്ങോട്ട് അപ്പഴാവ്. വല്ലതും തടയുന്നുണ്ടോ? ഒന്നും തടയുന്നില്ല. ഒന്നുമില്ല. തലയിട്ട് വയ്ക്കും. പൊത്തിന്റെ ഉള്ളിൽ തല കയറ്റാൻ പറ്റും. തല കയറത്തില്ലല്ലേ? അത് എഴുന്നേറ്റു. ഞാൻ പറഞ്ഞില്ലേ കിട്ടിയ ഒന്നുമില്ല. കൈക്കൊല്ലം ഒരു കുഴപ്പമില്ല. ചെളി മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല അതിന്റെ ഉള്ളിൽ. അപ്പൊ നീ കൈയിട്ടതിന്റെ അപ്പുറത്തെ പൊത്തിലാ മോനെ സാധനം ഇരിക്കുന്നത്. എന്നാ പിന്നെ ഇത് നേരത്തെ പറയാൻ പാടില്ല. ഞാൻ എടുത്തു തരില്ലേ? ഒറ്റ അടിയൊന്നും ചെയ്യൂല. നീ എന്റെ സാധനം ഒന്നും പറ. കൈയിടാൻ എന്ത് സാധനം ചേട്ടന്റെ പോയത്? അത് പറ. എടാർക്ക് എന്റെ സാധനം ഒന്നും പോയതല്ല. പിന്നെ ആ പൊത്തിന്റെ ഉള്ളിൽ എന്താ സാധനം? എടാ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒരു 8 അടി മൂർക്കം വന്ന് ഇങ്ങോട്ട് കയറുന്നുണ്ട്. അത് ഈ പൊത്തിലാണോ അതോ മറ്റേ പൊത്തിലാണോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു ഞാൻ. അതറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ കൂടെ ഞാൻ കൈയിടിച്ച് നോക്കിയറിയാം. പറഞ്ഞു മനസ്സിലായല്ലോ? വേറെ ആരെങ്കിലും വന്നിട്ട് പറയാം ആ പൊത്തി കൈയിടാൻ. അതിനകത്ത് നീ കൈയിടരുത്. മൂർക്കം പാമ്പ് പൊത്തി നീ ചത്തു. മനസ്സിലായോ? ഹലോ ഞാൻ PP പുഷ്പകുമാറാണേ. മനസ്സിലായില്ലേ? ഈ പ്രാവശ്യത്തെ ഫ്ലവർ ഷോയ്ക്ക് 1ാം സമ്മാനം കിട്ടിയില്ലേ? അതെനിക്ക് തന്നെയാ, PP പുഷ്പകുമാർ. പിന്നെ സാറേ എന്റെ വീട്ടിലെ പൂന്തോട്ടം കണ്ടിട്ടില്ലല്ലോ. എന്റെ പൊന്ന് സാറേ അതൊന്ന് കാണണം കേട്ടോ. 99 തരം റോസാപ്പൂക്കളാണ് എന്റെ വീട്ടിലുള്ളത്. ഇങ്ങനെ എല്ലാം കൂടെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചിട്ട് അതെല്ലാം പുഷ്പിച്ച് നിൽക്കുന്നതാണ്. എന്ത് രസമാണെന്ന് സാർ. രസം സമയം പോലെ ഇറങ്ങണേ. ഒരു കാര്യം പറയാന്ന് വെച്ചാൽ ഇവരൊന്ന് കേൾക്കാനുള്ളൊരു സമയം കൂടി കാണിക്കുന്നത്. എന്താ ചെയ്യുന്നു പറ. ഹലോ സാറേ പുഷ്പകുമാർ തന്നെയാണ്. പിന്നെ 99 തരം റോസാ പുഷ്പം എന്ന് പറഞ്ഞല്ലോ. മഞ്ഞ, ചുമല, നീല, കറുപ്പ്. അതിനോട് മിനിഞ്ഞാൻ നടയ മൈസൂരിൽ നിന്നൊരു പുതിയ റോസാ കൂടെ അയച്ചെന്ന്. അളിയന് ഇതുപോലെ ഒരു പൂ സ്നേഹിയാണ്. അപ്പൊ ഇതെല്ലാം കൂടി വീടിന് ചുറ്റിരിക്കുന്നുണ്ട്. 1.5 ഏക്കർ പൂന്തോട്ടം. 1.5 ഏക്കർ. അപ്പൊ സാറിന് ഏതെങ്കിലും പൂ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. ചുമല എന്തോ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല. ഫയർ സർവീസ് ആണെന്ന് എന്താ ചെയ്യാന്ന് പറ. ഹലോ സാറേ പുഷ്പകുമാറാണേ. അപ്പൊ സാർ ഈ നമ്മുടെ 99 റോസാപ്പൂ എന്ന് പറഞ്ഞില്ലേ, അത് ചുമലയും മഞ്ഞയും കൂടി മിക്സ് ചെയ്ത രസമാണ് ഞാൻ നമ്മുടെ പൂന്തരത്തിന്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. എന്തൊരു രസമാണെന്ന് എന്റെ പൊന്നു സാറേ വെക്കല്ലേ. ഞാൻ സാറിനെ തന്നെയാണ് വിളിച്ചത്. അതെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തൊരു വീട് ഒരു 2-3 മണിക്കൂറായിട്ട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഞാൻ വിളിച്ചതേ സാർ ആ വീട് തീ അണയ്ക്കാൻ വേണ്ടി വരുമ്പോ എന്റെ പൂന്തോട്ടം ഒന്ന് ചവിട്ടി കുളവാക്കരുത്, അത് പറയാൻ വേണ്ടി വിളിച്ചേ. വെച്ചേക്കട്ടെ സാറേ.
ഹലോ, ടൗണിലെ എലൈറ്റ് ബാറിന്റെ ഓണർ ഭാർഗവട്ടനല്ലേ? അതെ, ഭാർഗവനാണല്ലോ. ആരാ സംസാരിക്കുന്നത്? ഭാർഗവട്ട, അതെ, ഞാൻ ബൈജു ആണേ. ഇന്ന് എത്ര മണിക്കാ ബാർ തുറക്കുന്നത്? ആ ബൈജു, സാധാരണ നമ്മൾ 9 മണിക്കല്ലേ ബാർ തുറക്കാറ്. 9 മണിയാവോ? ഭാർഗവട്ട, ഇന്നൊന്ന് നേരത്തെ ബാർ തുറക്കാമോ? അയ്യോ, ഇന്ന് 1-ാം തീയതി അല്ലേ ബൈജു, ഇന്ന് ബാർ ഇല്ലല്ലോ അതിന്. എന്റെ ഭാർഗവേട്ടത്തെ ചങ്കിക്കൊള്ളൊന്നും വർത്താനൊന്നും പറയല്ലേ. അയ്യോ, സർക്കാർ കാര്യമല്ലേ ബൈജു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് വെച്ചേര് കേട്ടോ, എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകാനുണ്ടേ. നീ പിന്നെ വിളിക്ക്. ശരി. അത് പിന്നെ ഭാർഗവേട്ട കട്ട് ചെയ്തു. ഹലോ ഭാർഗവേട്ട, ഞാനാണേ ബൈജു. ഇവനെ കൊണ്ട് വലിയ ശല്യമല്ലോ. എൻ്റെ പൊന്നു ബൈജു, ഇന്ന് 1-ാം തീയതി ആണെന്ന് ബാർ തുറക്കാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് ഭാർഗവേട്ട. ഇന്ന് എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം, അതുകൊണ്ടാ. ഇത് ഭയങ്കര കഷ്ടമായപ്പോലോ. എൻ്റെ പൊന്നു ബൈജു, നിന്റെ പെങ്ങളുടെ കല്യാണം ഇന്നെങ്കിലും നിനക്കൊന്നും മദ്യപിക്കാതിരുന്നൂടെ? അത് പിന്നെ ഭാർഗവേട്ട പ്ലീസ്, ഞാൻ പറയുന്നത്. എൻ്റെ പൊന്നു ബൈജു, ദൈവത്തെ ഓർത്ത് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കുറച്ച് ബിസിയാണ്. ഫോൺ വെച്ചേ. ഭാർഗവേട്ട. അവൻ തന്നെയാണെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഭാർഗവേട്ട. എന്താ ബൈജു, പറ. ചേട്ടാ, ഇന്ന് എൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ വിവാഹമാണ്, അതുകൊണ്ടാ. ഒന്ന് ബാർ തുറക്കാൻ പറ. എടാ ബൈജു, ഞാൻ പറഞ്ഞു കേട്ടോ, എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഇന്ന് ബാർ തുറക്കുന്ന വിഷയമില്ല. എൻ്റെ ഭാർഗവേട്ട അങ്ങനെ പറയരുത്. ഇന്ന് എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം, എനിക്ക് കല്യാണം കൂടണമെന്ന്. എടാ ബൈജു, നിനക്ക് നിന്റെ പെങ്ങളുടെ കല്യാണം കൂടെ ഞാൻ എന്തിനാ എന്റെ ബാർ തുറക്കുന്നത്? എൻ്റെ പൊന്നു ഭാർഗവേട്ട, ഞാൻ നിങ്ങളുടെ ബാറിനകത്ത് നിന്നാ വിളിക്കുന്നത്. ഇന്നലെ അടിച്ച് സെറ്റായി ഞാൻ ഇതിനകത്ത് കിടന്ന് ഉറങ്ങിപ്പോയെന്നേ. നിങ്ങൾ വന്ന് ബാർ തുറന്നാൽ മാത്രമേ എനിക്ക് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ. എനിക്ക് എൻ്റെ പെങ്ങളുടെ കല്യാണം കൂടണമെന്നേ. ഹലോ ഹലോ, പഞ്ചായത്ത് ഓഫീസല്ലേ? ആ പഞ്ചായത്ത് ഓഫീസ്. ആരാ? അതെ സാറേ, ആ. ഇവിടെ ടൗണിലെ നടു റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കണ്. നട റോഡില്? ഇവിടെ ചന്തമുക്കില് നടു റോഡിൽ ഒരു പട്ടി ചത്ത് കിടക്കണ സാർ. ചന്ത റോഡില് നട റോഡില് പട്ടി കത്ത് കിടക്കണോ? അതെ സാർ. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? ഞാൻ ഈ ചന്തമുക്കുന്നാണേ, കുമാരൻ. കുമാരനല്ലേ? അതെ. ആ അപ്പൊ മിസ്റ്റർ പട്ടി അല്ല കുമാരോ? ആ. ഈ എന്താണ് മിസ്റ്റർ കുമാര ഇതൊക്കെ ഒരു സില്ലി പ്രോബ്ലം അല്ലേ, സില്ലി മാറ്റർ അല്ലേ? ഒരു പട്ടി ചത്ത് കിടക്കാന്ന് പറഞ്ഞ ഉടൻ തന്നെ പഞ്ചായത്ത് ഓഫീസിലേക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞ വെറുതെ എന്റെ ഉറക്കം കളയേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ പോട്ടെ. മിസ്റ്റർ കുമാരൻ, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് 32 വയസ്സായി. 32 വയസ്സായി അല്ലേ? നിങ്ങൾക്ക് ഭാര്യ ഉണ്ടോ? നിങ്ങളുടെ നല്ല കാലമാണല്ലോ. അല്ല, ഇവിടെ ഉണ്ടായിട്ട് അത് ഉള്ളതായിട്ട് പോലും തോന്നണില്ല. അല്ല മിസ്റ്റർ കുമാരൻ, നിങ്ങളൊരു പണി ചെയ്യൂ. നിങ്ങൾ ചെറുപ്പക്കാരെല്ലാവരും കൂടി കൂടിയിട്ടേ ഒരു പൗരസമിതി രൂപീകരിക്കണം. എന്നാലാണല്ലോ നമുക്ക് പട്ടിയുടെ പേരിൽ പിരിവൊക്കെ നടത്താൻ പറ്റുള്ളൂ. പട്ടിക്ക് പട്ടി പോന്നത് പോരട്ടെ. അപ്പൊ ഇതുപോലെ പൗരസമിതി രൂപീകരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കൂടി ഈ പട്ടിയുടെ എവിടെയെങ്കിലും കുഴിച്ചിട്ടാ പോരെ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാർ. എന്താ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാന്ന്. എടാ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണോ ഇങ്ങോട്ട് വിളിച്ച് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് പിന്നെ സാറേ, ഒരാള് മരിച്ചാലേ ബന്ധുക്കളെയൊക്കെ വിളിച്ചു പറയാന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയല്ല സാർ. അത് ശരിയാ. പടച്ചോനെ, അത് മറ്റേ ഗൾഫിൽ പോയ പത്രോസല്ലേ? പുള്ളുപൊടി കാരണം ഇനി മിക്കപ്പുറത്തുണ്ടോളേ ആ പോണേ. പത്രോസ് ഗൾഫിൽ പോയിട്ട് 10 വർഷം കഴിഞ്ഞ് വന്ന പത്രോസ് എന്തു പറയാനാ, സുഖമായിട്ട് പോകുന്നു. നീ ഇപ്പൊ ഇവിടെ തന്നെ തെറ്റിത്തിരിഞ്ഞൊക്കെ നടക്കുന്ന പരിപാടി തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ചൊറിച്ചില് കാരണം ഡ്രൈവിംഗ് പഠിച്ചല്ലേ? ഒരു രക്ഷയില്ല. കണ്ടോ, സ്വർണത്തിനോട് എനിക്ക് പണ്ട് താല്പര്യമില്ല, നിനക്കറിയാലോ. 15 പവനാ. 15 പവൻ താല്പര്യമില്ല. പിന്നെ ഞാൻ വെറുതെ ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുമോ? നിങ്ങൾ ഇവിടെയൊക്കെ നിങ്ങളെയൊക്കെ സമ്മതിക്കണ്ടോ? എന്തൊരു ചൂടാ ഇവിടെ. ഗൾഫിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഈ ചൂടത്ത് പുറത്തിറങ്ങി അപ്പം പിടിക്കും. ആ, പോലീസുകാരൊന്നും അല്ല, നമ്മുടെ കാലിലെ ടാറ്. എടാ, വെയില് തുരുക്കി കിടക്കയില്ല ടാറ്, അത് അപ്പ കാലേ കയറി പിടിക്കും. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാൻ. ഇപ്പൊ ഞാനൊരു ഗൾഫുകാരനായോണ്ട് പറയുന്നല്ല, അവരെ പോവല്ലേ. ഇത് സ്വർണ്ണത്തിനൊക്കെ ഇവിടെ വില കുറവാണല്ലോ. അവിടെ ഭയങ്കര വിലയാണ് സ്വർണ്ണത്തിന്. ആണല്ലേ? അവിടെ
റംസല്ലേ ഞങ്ങള് മനസ്സിലായില്ല? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അറബിയൊക്കെ ഞാൻ പഠിച്ചു. അതെ എടാ, നമ്മുടെ ആ ബിൽഡിംഗില്ലേ ഇതെന്നാ, നമ്മളെ കഴിഞ്ഞ ദിവസം മറ്റേ ചാക്കോച്ചന്റെ തോന്നുന്നു 3 നില ബിൽഡിങ്. അറിയത് ആരെങ്കിലും ആട്ടെ, അതൊക്കെ പോട്ടെ. അതിവിടെ പണിയാൻ എത്ര നാളെടുത്തു? പറ. 12 കൊല്ലം. എന്തൊരു കഷ്ടമാണ് അറബി പറഞ്ഞാണ് ഞാൻ. ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കിൽ ഉണ്ടല്ലോ 6 മാസം കൊണ്ട് കേട്ടിട്ട് അതുപോലെ അവിടെ പണി തോന്നുന്നു. അറിയാം നിനക്കത്? ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ എടാ. ഈ ഗൾഫ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിന്റെ വേറെ തലക്കലല്ലേ. അവിടെ എല്ലാം തലതിരിച്ചാണ് അവിടെ. പിന്നെ തലതിരിച്ചാ അവിടെ ജനങ്ങളെ മനുഷ്യരൊക്കെ തല കുത്തിയാണോ? അങ്ങനൊന്നും സംസാരിക്കരുത്. ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും അറബിയൊക്കെ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ്? ഇടത്തിന്ന് വലത്തോട്ടല്ല എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ അങ്ങനെയല്ല. വലത്തിന്ന് ഇടത്തോട്ട് എഴുതുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇടത്തിന്ന് വലത്തോട്ട്. അവിടെ ഇതൊക്കെയാണ്. കൊണ്ടുപോകാം. നീ ഇവിടെ സിഗരറ്റ് വലിക്കാറുണ്ടല്ലോ. ഇവിടെ എങ്ങനെ സിഗരറ്റ് വലിക്കുന്നത്? ഫിൽറ്റർ ഇങ്ങനെ വായി വെച്ചിട്ട് മറ്റേ അവിടെ എങ്ങനല്ല. സുഖമത്ത അവിടെ എങ്ങനെയല്ലാന്ന് മനസ്സിലായി. അവിടെ എങ്ങനെയാണെന്നറിയോ? ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്തൊരു വെച്ചാൽ വലിക്കുന്നു. കത്തിക്കുന്ന ആദ്യം അവിടെ കത്തിക്കും. കത്തിയതിനു ശേഷം വായിക്കാത്തൊരു വെച്ച് അവിടെ അങ്ങനെ വലിക്കും. സത്യം വാവുള്ളുന്ന സംഭവം ഒന്നും അല്ല ഇവിടെ. അവിടെ എങ്ങനെയാകാലോ? മുറുക്കാൻ കിടപ്പുണ്ട്. തുപ്പിക്കള. പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ. ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞ എപ്പോഴാണ്? സിനിമ തുടങ്ങി കുറച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു ഇടയ്ക്ക് ഇന്റർവ്യൂ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. അവിടെ അങ്ങനല്ല. അവിടെ ആദ്യം തന്നെ ഒരു ഇന്റർവെൽ അങ്ങോട്ട് കൊടുക്കുകയാണ്. അവിടെ ആവശ്യത്തിന് രാവിലെ മുതൽ ഇന്റർവെൽ വൈകുന്നേരം കൊടുക്കും. അത് കഴിഞ്ഞ് ജനങ്ങൾ പിന്നെ ഇടയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഇന്റർവെല്ലാണ്. സിനിമ കണ്ടാ പോലെ ഞാൻ പോണേ. ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ. അതൊന്നും അല്ല അഭിനയം. ഗൾഫിലെ അറബി പെണ്ണുങ്ങളുടെ അഭിനയം. അതാണ് അഭിനയം എന്ന് പറഞ്ഞാല്. അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പാടില്ല. മനസ്സിലല്ലേ? പാടില്ല. അതാണ് മനസ്സിലല്ലേ? അവരെന്ന് പറഞ്ഞാൽ ഭാവാവിനെയല്ല കംപ്ലീറ്റ്. എന്തൊരു ഭാവാവിനെയാ. പക്ഷെ കാണാൻ പറ്റില്ല. അപ്പൊ കാണാൻ പറ്റില്ല. കാര്യം പർദ്ദയ്ക്കുള്ളിൽ കിടന്നല്ലേ ഭാവാവിനെയും കാണിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് പർദ്ദ ഇങ്ങനെ കിടന്ന് അടിക്കും. പർദ്ദ ഇങ്ങനെ ഇതുവഴിയൊക്കെ ഇങ്ങനെ കിടന്ന് അടിക്കുമ്പോൾ ഓർത്തോണം അകത്ത് അസല് ഭാവാവിനെ നടക്കുക എന്നുള്ള കാര്യം ഓർത്തോണം. അവരെ കുറിച്ച് പറയണേ. ഭയങ്കര വലിയ നടികളല്ലേ. പറഞ്ഞേ അതിനർത്ഥം ഇപ്പൊ പറഞ്ഞ് പുറത്തു പറഞ്ഞു. അത് വേറെ അർത്ഥം അവിടെ. അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഉദാഹരണത്തിന് ആ ബിൽഡിംഗ് ഉണ്ടല്ലോ. ആ ബിൽഡിംഗ് പണിയാൻ എത്ര നാളെടുക്കും? അതല്ല, ഇവിടെ ഈ ബിൽഡിംഗ് പണിയാൻ 7 മാസം. 2 മാസം. ഗൾഫിലാണെങ്കിൽ ഒരൊറ്റ മാസം മതി. അവിടെ എല്ലാം പകുതി സമയം പോരെ എന്റെ പൊന്നു ബഷീറെ. നമ്മുടെ ഇപ്പൊ നാട്ടില് നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും? എത്ര മാസം എടുക്കും? പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? പ്രസംഗിക്കാനല്ല, പ്രസവിക്കാൻ എത്ര സമയം എടുക്കും? പ്രസവിക്കും. പക്ഷെ ഗൾഫിൽ എത്ര? 5 മാസം മതി. വെറും 5 മാസം. 5 മാസം മാത്രം മതി നമ്മുടെ ഗൾഫിൽ പെണ്ണുങ്ങൾ പ്രസവിക്കാൻ. അപ്പൊ പിന്നെ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫ് ഏട്ടന്റെ മോള് സൂസി ഇല്ലേ? സൂസി ഗൾഫിൽ നേഴ്സല്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞ് 5-ാം മാസം അവള് പ്രസവിച്ചു. നല്ല അറബി പോലെ തക്കളും ഉണ്ടെന്ന് നല്ല അറബി സംസാരിക്കുന്നു. പിന്നെ മെഡിക്കൽ പെങ്കച്ചല്ലേ? കട്ടില് കുമാച്ചാച്ച. അവിടെ അറബി പറയുന്നത് കുമാച്ചാത്ത. കുമ്മച്ചാത്ത അല്ല, കുമാച്ചാത്ത. അവിടെ ഉണ്ടല്ലോ ഈ വെട്ടിനകത്ത് ഇവിടെ 4 കാലാണ്. അവിടെ 4 വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും 4 കാലം, അവിടെയും 4 കാലം. എടാ എത്ര കട്ടിലാന്ന് വെച്ചാ അവിടെ 2 കട്ടിലിനാണ് 4 കാല്. ഒരു കട്ടിലിന് 2 കാലൊക്കെ ധാരാളമാണ് അവിടെ. അത് പോകാൻ നിനക്ക് ഇപ്പൊ എത്ര കാലുണ്ട്? ഒരു കാലം നോക്കിയേ ഒരു കുഴപ്പമുണ്ടോ? മറ്റേ കാലത്ത് നോക്കിയേ. ഇതാണ് പ്രശ്നം. അവിടെ ഒന്നും പ്രശ്നമല്ല.
അത് എന്റെ പൊന്നെ അറബി പഠിച്ചായിരുന്നെങ്കിൽ കുറച്ച് കുലാത്താവാ. പിന്നല്ലാതെ കംപ്ലീറ്റ് പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ? എന്താ മറ്റേ ഈ ഗൾഫിൽ വലിയൊരു സംഭവം ഉണ്ട്, മറ്റേ എന്ത് ഈ മറ്റേ ഇതില്ലേ, ഏത് സംശയങ്ങൾ ചോദിച്ചോളൂ, എന്ത് സംശയങ്ങൾ ചോദിച്ചോളൂ. കട്ടൊക്കെ കിട്ടുന്നു. കട്ടൊക്കെ കിട്ടും. കട്ട വിട്ടോ എന്താ കട്ട കൈ വെട്ടുന്നു. കട്ട കൈ വെട്ടുന്നു. കട്ട കൈ വെട്ടുമോ? അങ്ങനെ മോഷണ കെട്ടുന്നതിന് കൈ വെട്ടുമോ? വെറുതെ പറയുന്നതല്ലേ ഇതൊക്കെ, വെറുതെ അറിയില്ലാത്തവർ പറയുന്ന പരത്തുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. കട്ട കൈ വെട്ടുന്നു. പിന്നെ ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ. നീ ഇവിടെയാണല്ലോ. കട്ട കൈ വെട്ടുന്നു പറയാ പത്രത്തിൽ വായിച്ചല്ലേ. ഇതൊക്കെ വെറുതെ ഓരോരുത്തർ നുണ പറയുന്നല്ലേ. എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണ കുറ്റത്തിന് പിടിച്ചു. അവന്റെ കയ്യിലൊന്ന് തൊടാൻ പോലും പറ്റിയില്ല പോലീസുകാർ. അതിന് മുമ്പ് ഒരു മോഷണ കുറ്റത്തിന് പിടിച്ചിട്ട് അവന്റെ കൈയും കാലും എല്ലാം വെട്ടിക്കളഞ്ഞാൽ ഏത് കയ്യിൽ തൊടാൻ? അല്ല, കൈ വെട്ടി കളഞ്ഞു അറബിയിൽ പറഞ്ഞു. അറബിയുടെ കാര്യം പറയേ. ഞാൻ ഒരു കാര്യം ചോദിക്കാം. നീ ഇത്ര പെട്ടെന്ന് 6 മാസമല്ലേ ഇത് പോട്ടെ? ഈ 6 മാസമായിട്ട് നിനക്ക് വരാനായിട്ട് എന്നോടാ സൗകര്യം? എന്നെ പെട്ടെന്ന് പോരാൻ കാര്യം? പെട്ടെന്ന് പോരാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഷുഗർ കംപ്ലൈന്റ്. ഷുഗർ കംപ്ലൈന്റ് അത് ഭയങ്കര നമ്മളല്ലേ എന്റെ വാപ്പാക്കും ഉമ്മാക്കും എന്റെ പിള്ളേർക്കും അല്ല, ഭയങ്കര പ്രശ്നം. മറ്റേ അസുഖമല്ല, മറ്റേ ഷുഗർ ഇല്ല. നമ്മുടെ അറബിയുടെ ഗോഡൌണിൽ നിന്ന് 2 ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ വിറ്റ് ഭയങ്കര കംപ്ലൈന്റ് ആയി. നമ്മുടെ കംപ്ലൈന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ, പുതിയ ബിൽഡിംഗ്, ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ബിൽഡിംഗ് പണിയാൻ നമ്മുടെ ഇവിടെ ഒരു എത്ര സമയം എടുക്കും? അത് പണിയാൻ സമയം എത്ര എടുത്തു അല്ലേ? അത് പണിയാൻ സമയം എത്ര എടുത്തെന്ന് അറിയോ? നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിച്ചു നിന്നില്ലേ? ഈ സംസാരിച്ച് നിന്ന് നേരം കൊണ്ട് അത് അറക്കല്ല് കൂട്ടാ ബിൽഡിംഗ് എത്രയും പണിന്ന് വെച്ചാ പോരാ.